ഇന്ന് ഷെഫ് പിള്ളയുടെ കാരക്കുടി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് പെരുംജീരകമാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വറ്റൽമുളകും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ വറ്റൽമുളക് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല കളർ കിട്ടുമേ കറിക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ മുളക് എടുത്തത്. ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മളൊരു 3-4 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു 3-4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മൂടി വെച്ചിട്ട് വേണമെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സവാള നല്ലപോലെ തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/2 കിലോ ചിക്കൻ ആട്ടോ എടുത്തത്. ചിക്കനും കൂടിയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കളറ് മാറി വരുന്നവരെ നല്ലപോലെ ഈ ഒരു ഉള്ളിയായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറായി വരുന്ന സമയത്ത് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടിയും ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടിയും ചേർക്കാം. ഇതിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് ചിക്കനുമായിട്ട് നല്ല പോലെ ഈ ഒരു മസാലപ്പൊടി യോജിച്ച് കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കുക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് മിനിമം ഒരു 20 മിനിറ്റൊക്കെ നമ്മളൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചട്ടി ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഈ ഒരു സമയത്ത് ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് വറ്റി വരുന്നവരെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വളരെ സിമ്പിളാണ്, തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.